എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കർക്കിടക സ്പെഷ്യൽ ഉലുവ ഉണ്ടയാണ് തയ്യാറാക്കുന്നത്. ഉലുവ ഉണ്ട സാധാരണ നടുവേദന, സന്ധിവേദന, വാദസംബന്ധമായ അസുഖങ്ങൾക്കും ശരീരപുഷ്ടിക്കെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ചെറിയ കുട്ടികൾ ഒഴികെ ആർക്കും കഴിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൽ ശരീരം പൊതുവെ തണുത്ത സമയമായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഉലുവ കൊണ്ടുള്ള റെസിപ്പികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഉലുവ ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ 1 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ വറുത്തെടുക്കാനായിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പിൽ ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഉലുവ ഇട്ട് കൊടുക്കാം. ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ വറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. നോൺ സ്റ്റിക്കിന്റെ പോലെയുള്ള പാത്രങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പൊ ഉലുവ കരിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഉണ്ടയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. ഉലുവയ്ക്ക് ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും വളരെ നല്ലതാണ്. മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മുലപ്പാൽ വർദ്ധിക്കാനും നല്ലതാണ്. ഉലുവ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ഉലുവ കൊണ്ടുള്ള പലതരം റെസിപ്പികൾ കഴിച്ചാൽ വളരെ നല്ലതാണ്. നടുവേദനക്കും അതുപോലെ തന്നെ ശരീരവേദനയ്ക്കും. ഉലുവ ഒരു ഗോൾഡ് കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഉലുവേന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഉലുവ നന്നായിട്ട് തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉലുവ കോരി മാറ്റാം. കൂടുതൽ സമയം വെച്ചാൽ ഉലുവ കരിഞ്ഞു പോവും. അപ്പൊ ഒരു വല്ലാതൊരു കയ്പ് രസമാണ് ഉണ്ടാവുക. ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് 1 കപ്പോളം നവരരിയാണ്. നവരരി ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നവരരി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മട്ടയരി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കൂടുതലായിട്ടും നമുക്ക് നല്ലത് നവരരിയാണ്. നവരരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ശരീരകോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിന് ഗുണകരമായ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ഇരുമ്പ്, ഫൈബർ, ധാതുക്കൾ അടങ്ങിയതിനാൽ പോഷക സമൃദ്ധമാണ് നമ്മുടെ ഈ ഒരു നവരരി. അപ്പൊ ഉലുവ ഉണ്ടക്ക് നമ്മൾ നവരരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഉലുവയും നവരരിയും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അഴുക്കുണ്ടാവും. ഞാൻ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ കുറേ അധികം റെസിപ്പികൾ നമ്മുടെ ചാനലുണ്ട്. ലേഹ്യങ്ങള്, മരുന്നുണ്ട, ഉലുവക്കഞ്ഞി, മരുന്ന് കഞ്ഞി, അങ്ങനെ കുറേ അധികം വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റും നല്ലൊരു മരുന്നുണ്ടയുടെ വീഡിയോയും ചാനലിലുണ്ട്. ഒരുപാട് ആളുകൾ കണ്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു വീഡിയോ ആണത്. ഇതിന്റെ കൂടെ ഒരു 5-6 ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഉലുവക്ക് 1 കപ്പ് നവരരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉലുവയുടെ അളവ് കൂട്ടുന്നതാണ് നല്ലത്. നവരരി നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് നല്ല രീതിയിൽ തന്നെ പുകയും വരുന്നുണ്ട്. നവരരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉലുവയുടെ കൂടെ നവരരി കോരി ഇട്ടുകൊടുക്കാം. ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് 1/2 കപ്പോളം ബദാം വറുത്തെടുക്കാം. ബദാം ഇത് നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ബദാമും കോരി മാറ്റാം ഒരു പ്ലേറ്റിലേക്ക്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാഷ്നട്ട് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവുകയേ വേണ്ടു, നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇതും ബദാമിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലെ ആ വെള്ളത്തിന്റെ നനവൊന്ന് മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറെ നാള് ഉണ്ട കേടുവിടാതിരിക്കുകയും ചെയ്യും. തേങ്ങയിലെ വെള്ളത്തിന് നനവൊക്കെ മാറി വന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണ്ടക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വറുത്ത് വെച്ചിട്ടുള്ള അരിയും ഉലുവയും നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ട് ഇത് പൊടിച്ചെടുക്കണം. നേർപകുതിയോളം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
കുറച്ച് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം, കാരണം ഇത് ഉലുവയാണല്ലോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയും ഉലുവയും രണ്ടാമത് പൊടിച്ചെടുത്തതും ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്നട്ടുമാണ്. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബദാമും കാഷ്നട്ടും ഞാൻ ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല. നമ്മളിത് ഉണ്ട കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇത് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് തേങ്ങ വറുത്ത് വെച്ചില്ല, അതുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ ഇതാ മുഴുവനായിട്ടും ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിക്കാനേ പാടുള്ളൂ, അധികം അരയാൻ പാടില്ല. തേങ്ങ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു മാറ്റിയതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചക്കരയാണ്, ശർക്കരയല്ല. കരിപ്പെട്ടി ചക്കര എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള റെസിപ്പിക്കൊക്കെ ചക്കരയാണ് നല്ലത്. 400 ഗ്രാം കരിപ്പെട്ടി ചക്കര ചീകി എടുത്തതാണിത്. ഈ ചക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കരയാണ്. അഴുക്കൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഒന്ന് ഉരുക്കി എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ പൊടിച്ചെടുത്ത ജാറിലേക്ക് ചീകി വെച്ചിട്ടുള്ള ചക്കര ഇട്ട് കൊടുക്കാം. ചക്കര ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ളതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ശർക്കര പാനി ആക്കിയിട്ടുമില്ല. അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ട കുറെ നാള് കേടുകൂടാതിരിക്കുകയും ചെയ്യും. കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളയാക്കി എടുക്കാം. ആദ്യം കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഉരുള വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉണ്ടയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിന് എനിക്ക് 20ഓളം ഉണ്ടയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഉലുവ ഉണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കർക്കിടക മാസത്തിൽ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. അപ്പൊ നടുവേദനക്കും പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും സന്ധി വേദനക്കും ഒക്കെ നല്ലതാണ് ഈ ഉലുവ കൊണ്ടുള്ള ഈ ഒരു ഉണ്ട. നമുക്ക് ഈ ഉണ്ട ഒന്ന് പൊട്ടിച്ചു നോക്കാം എത്രമാത്രം സോഫ്റ്റ് ഉണ്ടെന്ന്. ഈ ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയൊരു കയ്പുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, കാരണം നമ്മുടെ ഈ ഉലുവയാണല്ലോ തയ്യാറാക്കിയത്. അപ്പോൾ കയ്പുണ്ടെന്ന് വെച്ചിട്ട് ആരും തന്നെ ഇത് കഴിക്കാതിരിക്കരുത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു ഉണ്ടക്ക്. നമ്മളിത് കഴിക്കേണ്ടത് ഒരു ഉണ്ട വെച്ചിട്ട് 2 നേരം കഴിക്കുന്നതാണ് നല്ലത്. ഉലുവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഉണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.